അസ്സലാമലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നോമ്പൊക്കെ കഴിഞ്ഞു. ഇനി നേരം വെളുത്താലും ഇങ്ങോട്ട് ഇറങ്ങണം അടുക്കളയ്ക്ക്. ചായയും കടി ഉണ്ടാക്കണം, അതിക്കൊരു ചാറുണ്ടാക്കണം, പിന്നെ ചോറ്, അതിക്കൊരു ചാറ്, ഉപ്പേരി, മീൻ, അങ്ങനെ ചുരുക്കി പറഞ്ഞ അടുക്കളയിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഉണ്ടല്ലോ 12 മണി കണക്ക. ഏതായാലും അടുപ്പിലെ വെണ്ണൂറൊക്കെ വാരി തിരിച്ചൊക്കെ ഒന്ന് കത്തിച്ചു. അപ്പം ഇന്ന് നമ്മൾ ചീയപ്പാണ് ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ ചീയപ്പം ചൂടാനുള്ള ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിക്കണ്. ഞാൻ അതൊന്ന് ചൂടാകട്ടെ. അപ്പോഴത്തേന് ഞാൻ എന്താട്ടി നമ്മൾ കേങ്ങൊക്കെ കുക്കറിലിട്ടിക്കണം കേട്ടോ. അപ്പം കേങ്ങ് ഞാൻ തലേന്ന് തന്നെ അരിഞ്ഞ് വെച്ചിന് കേട്ടോ, തോലൊക്കെ കളഞ്ഞ്. രാവിലെ പിന്നെ ഞാൻ നമുക്ക് ഇതാക്കണ്ടല്ലോ, നോക്കണ്ടല്ലോ, വേഗം കുക്കറിലിട്ടാൽ മതിയല്ലോ. അപ്പോൾ കുക്കറിൽ കേങ്ങും തക്കാളിയും ഒരു വല്ലുള്ളിയും പിന്നെ മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അത് കുക്കറിൽ കിടന്ന് വേകട്ടെ. അപ്പോൾ തന്നെ നമ്മളെ ചട്ടിയൊക്കെ സാറായിട്ട് ചൂടായി വന്നിക്കണ്. അപ്പോൾ നമ്മളിഞ്ഞ് അപ്പം ചുട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നേരം വെളുത്താൽ തന്നെയല്ലേ ചീയപ്പായിട്ടും പുട്ടായിട്ടും ഓട്ടട ആയിട്ടും അതേപോലെ ചപ്പാത്തി ആയിട്ടും പൂരി, അങ്ങനെ എന്നൊരു കടിയായാൽ മക്കൾക്ക് പറ്റൂല. അപ്പോൾ ഏതായാലും നമ്മളെ ചാറൊക്കെ വെന്തിക്കണം കേട്ടോ, കേങ്ങൊക്കെ സാറായിട്ട് വെന്തിക്കണം. അപ്പോൾ നമ്മളെ അപ്പം ഇതാക്കണം, അടിപൊളിയായിട്ട് വെന്തിക്കണം കേട്ടോ. അപ്പോൾ ഈ അപ്പം അങ്ങനെ കട്ടൻ ചായ കുടിച്ചുകാണ്ട് കടിച്ചു കൂട്ടിയാലും നല്ല രസമാണ്. എന്നാലും ഞാൻ ചാറുണ്ടാക്കിയിരിക്കണം കേട്ടോ. അപ്പോൾ അതാക്കണ് അങ്ങനെ അപ്പമൊക്കെ ഓരോന്ന് അങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിന്ന് അരച്ചെടുക്കുന്ന വീഡിയോസൊന്നും ഞാൻ കാട്ടിയിട്ടില്ല കേട്ടോ. വീഡിയോൻ്റെ ലെങ്ത്ത് കൂടിയാണ്ട് നിങ്ങളെ ചടപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ നമ്മളെ ചായൻ്റെ വെള്ളമൊക്കെ തിളച്ചു, നമ്മൾ പൊടി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ പറഞ്ഞിട്ട് വല്ലുള്ളിയും കരിവേപ്പും ഇട്ട് ഒന്ന് തൂമിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ ചാറ് ഇപ്പം നിങ്ങളിങ്ങനെ വെള്ളം പോലെ ആണെങ്കിലും കേങ്ങ് ഒന്ന് ഉടച്ചെടുത്താൽ നമ്മളെ കേങ്ങ് ഒന്ന് കുറുകി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ കേങ്ങൊക്കെ ഒന്ന് ഉടച്ചെടുക്കണുണ്ടേ. അപ്പോൾ ഇതാക്കണേ നല്ല നമ്മളെ കേങ്ങും കറിയും റെഡിയായി. അപ്പം ഇനിയിപ്പം കടി ഉണ്ടാക്കാനല്ല പണി, അതിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചാറ് വരണ്ടേ, അതാണ്. മാവേലിയിലാണെങ്കിലോ എല്ലാത്തിനും അറാവിലയാണ്. അപ്പോൾ ഏതായാലും ഇല്ലീനോടൊക്കെ അങ്ങനെ ഒപ്പിച്ച ഒക്കെ കുറേക്കും വിലയൊക്കെ. അങ്ങനെ നമ്മൾ എന്താട്ടി അപ്പൊക്കെ ചുടൽ കഴിഞ്ഞാൽ ഞാൻ ചോറ്റിനില്ല വെള്ളം വെച്ചു. അങ്ങനെ ഞാൻ എന്താട്ടി നമ്മളെ കുടിയിൽ നിന്ന് കുറച്ച് വിറക് കൊടുന്നീനിയല്ലോ, അതൊക്കെ ഞാൻ മേലെ കൊണ്ടുപോയിട്ടാണ് കേട്ടോ. നമ്മൾ വാർപ്പിൻ്റെ മേലെയാണ് കേട്ടോ വിറകട്ടി. അപ്പോൾ അതിൻ്റെ മേലെ കൊണ്ടുപോയിട്ടിക്കണ്. അപ്പോൾ 2-3 ദിവസമായിട്ട് അത് തന്നെ എനിക്ക് പണിക്കാം. രാവിലെ ആയാൽ അത്ര വെയിലുണ്ടാവില്ലല്ലോ, ഉച്ചയായി കഴിഞ്ഞാൽ ഭയങ്കര വെയിലാണ്, അപ്പോൾ കജ്ജൂല. അപ്പോൾ അങ്ങനെ അതൊക്കെ കൊണ്ടുപോയിട്ട് പിന്നെ ഞാൻ ചോറ്റിനൊക്കെ അരിയിട്ടു. പിന്നെ ഞാൻ വാഴക്ക തോലൊക്കെ പൊളിച്ചു അടുപ്പത്ത് വെക്കാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ കുടിയിൽ നിന്ന് പോന്നപ്പോൾ 2 വാഴക്കായും 2 പിന്നെ വൈതലങ്ങയൊക്കെ തന്നേന് കേട്ടോ. അത് 5 കൊടുന്നേനി. അപ്പം പറഞ്ഞ 2 അച്ചും കൊണ്ടുപോയിക്കും പറഞ്ഞാണ്ട് 2 അച്ചും തന്നാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വാഴക്കൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ച് അതൊക്കെ വെന്തിക്കണം. നമ്മളെ ചോറും വെന്തിക്കണം കേട്ടോ. അപ്പോൾ ചോറ് ഞാൻ ഊറ്റിയെടുക്കുകയാണ്. അപ്പോൾ അതാക്കണേ അങ്ങനെ കൂട്ടാനുമായി ചോറും ആയിട്ടോ. അപ്പം ഇനിയിപ്പോൾ അതിക്കൊന്നൊരു വെള്ളമാണല്ലോ ഇനിയിപ്പോൾ ആരാൻ. അപ്പോൾ നമ്മൾ ഇന്ന് മീനൊന്നും കിട്ടിയിട്ടില്ല. അപ്പം ഇനി എന്തെങ്കിലുമൊക്കെ ചാറും ഉണ്ടാക്കണം. അപ്പോൾ അതാക്കണ്. പിന്നെ ഞാൻ കുടിയിൽ നിന്ന് പോന്നപ്പോൾ കുറച്ച് ചക്ക കൊടുന്നീന് കേട്ടോ. അതിന് ഞാൻ തേങ്ങ ചിരണ്ടി വെച്ചിക്കണ്. ചക്ക ഇതാക്കണ് കുക്കറിലിട്ട് വെച്ചിക്കണ്. പിന്നെ കുറച്ച് നല്ലീരകം 2-3 ജീരുള്ളിൻ്റെ പൊണി ഇട്ടിക്കണ്. അപ്പോൾ ഞാൻ തേങ്ങ അരക്കുമ്പം ആ നല്ലീരകം ഒന്ന് നല്ലോണം അരിഞ്ഞിട്ടാൽ മതി. കുറച്ച് തേങ്ങ ഇട്ടിക്കാണ്ട് നല്ലോണം ഒന്ന് അരക്കും കേട്ടോ. ആ നല്ലീരകം ഒന്ന് നല്ലോണം അരിയണമല്ലോ. പിന്നെ ഞാൻ എന്താട്ടും ആ ലാസ്റ്റില്ല തേങ്ങയും കൂടി ഒന്ന് ഇട്ടുകാണ്ട് ഒന്ന് കറക്കിയെടുക്കോളൂ കേട്ടോ. ഒന്ന് ചതഞ്ഞ് മാത്രം കിട്ടിയാൽ മതി. അപ്പോൾ ഇതാക്കണ ചക്കയൊക്കെ നല്ലോണം വേകണ ചക്കേന് കേട്ടോ. നല്ല രസം ഉണ്ടായിന് കേട്ടോ നമ്മളെ ചക്ക കൂട്ടാൻ. മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പിട്ട് കാണാണ് കേട്ടോ ഞാൻ വെച്ചിക്കണത്. പിന്നെ ഇതാക്കണേ നമ്മളെന്താട്ടി ആ തേങ്ങ അതിക്ക് ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. ഇനി ആ നമ്മളെ ജാറൊന്ന് ഞാൻ കേക്ക് പറഞ്ഞേക്കണേ. അപ്പോൾ അതാക്കണേ നമ്മളെ ആ നല്ലീരകത്തിൻ്റെ ചോയൊക്കെ ഒന്ന് മാറണമെങ്കിൽ ഒന്ന് തിളച്ചിട്ടണം. അപ്പോൾ അതൊന്ന് അടുപ്പത്ത് നമ്മൾ ഗ്യാസുമ്പോൾ കിടന്ന് തിളക്കണുണ്ട്. പിന്നെ ഞാൻ
ഉപ്പേരിക്കും നമ്മളെ ചക്കക്കൂട്ടാനും കടർത്തിടണമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ അതിന് ചട്ടി വെച്ചിക്കണ്. അപ്പോൾ കരിയേപ്പ് ഇട്ട് കൊടുത്തു, കടുക് ഇട്ട് കൊടുത്തു. അപ്പോൾ അതങ്ങനെ ഇതാണ്ട് അപ്പോൾ രണ്ടിനും പാടെ ഒരു ചട്ടി തന്നെ വെച്ചിക്കണം കേട്ടോ. ഇനി അടുപ്പത്തുനിന്ന് മാങ്ങി വെച്ചിട്ടില്ലെങ്കിൽ ആ കടുകും കരിയേപ്പൊക്കെ കരിഞ്ഞു പോവും. അത് എഴുതിയിട്ട് ഞാൻ മാങ്ങിയത്. അങ്ങനെ ഞാൻ ഇതാക്കണം നമ്മളെ കൂട്ടാനക്ക് ആണ്ട് പാരാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഞാൻ ചട്ടിയിൽ തന്നെയാണ്ട് എടുത്ത് വെക്കാം. കൂട്ടാൻ ഞാൻ കട്ട് കൊടുക്കണം കേട്ടോ. ആ ചട്ടി കട്ട് കൊടുക്കണത് ഞാൻ മറ്റേ ചട്ടിയിൽ നമുക്ക് ചാറ് വെക്കണം. അപ്പോൾ ചാറൊന്ന് വെക്കുന്നത് ഇങ്ങനെ ആലോചിച്ച് നിന്നപ്പോഴാണ് പപ്പടം ഏതായാലും പൊരിച്ചണം. അപ്പം ഇനി പപ്പടം തളിച്ചാന്ന് കരുതി. അങ്ങനെ ഞാൻ പപ്പടം പൊരിച്ചാൽ വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ചു. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായിട്ട് എന്ന് കരുതിയപ്പോത്തിന് ഞാൻ അടുപ്പും വീതനൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിന് ചട്ടി ചൂടായി എണ്ണയൊക്കെ ചൂടായി വരണമല്ലോ. അപ്പോൾ ഇതിന് നമ്മൾ ഓരോ പണി കഴിഞ്ഞാൽ അത്രയും എളുപ്പമായി. അങ്ങനെ ഞാൻ വീതനയും ഗ്യാസും ഒക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാക്കണേ ഒക്കെ തുടച്ചെടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ പപ്പടം പൊരിച്ചാൽ നിൽക്കുന്നുണ്ട്. പിന്നെ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് മോറിയെടുക്കണം. അപ്പോൾ അതാട്ടോ പപ്പടം പൊരിച്ചാണ്. അപ്പോൾ പപ്പടം പൊരിച്ചതായപ്പോത്തിന് നമ്മൾ തിജ്ജൊക്കെ ഒന്ന് കെട്ടുകയാണ് കേട്ടോ. പിന്നെ ആ ഒരു തിജ്ജോണ്ട് ഇങ്ങനെ നമ്മൾ പപ്പടം പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പപ്പടം കെട്ട് ഉസാറായിട്ടൊന്ന് പൊള്ളക്കണമൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്താട്ടി അപ്പോൾ തിജ്ജ ഉണ്ടല്ലേ മറ്റേ കെട്ട് ഞാൻ പൈക്കൊരു കൊള്ളി വെച്ച് കഴിഞ്ഞാൽ ആ കൊള്ളി പിന്നെ കെടുത്താൻ നിൽക്കണം. അതായത് ഞാൻ വേഗം എന്താട്ടിന്നറിയാം നമ്മൾ ഗ്യാസിന്മേൽ കൊണ്ടുവച്ചു. അതോടുകൂടി നമ്മളെ പപ്പടം നല്ല ഉസാറായിട്ടാണ് പൊള്ളച്ചും വന്നത്. അങ്ങനെ ഞാൻ എന്താട്ടി കുറച്ച് എണ്ണ ഞാൻ മുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത്രയും വേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അത്രയും എണ്ണയിൽ നമുക്ക് ഇനി പപ്പടം താളിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാക്കണം അതിക്ക് മുളകും ജീരുള്ളിയും ഒരു നമ്മളെ വെളുത്തുള്ളിൻ്റെ പൊണി ഇട്ട് കൊടുത്തേക്കാണ്. എന്നിട്ട് അതൊന്ന് നല്ലോണം ഒന്ന് മൂപ്പായി വന്നിട്ട് നമ്മളെ കഞ്ഞിൻ്റെ വെള്ളം പാർന്ന് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കഞ്ഞിൻ്റെ വെള്ളം ചൂടില്ലാത്തതുകൊണ്ട് തന്നെ വേഗം തിളച്ചിട്ടു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാക്കണേ അതൊന്ന് തിളക്കട്ടെ. കുറച്ച് ഉപ്പിട്ട് കൊടുത്തേക്കണം കേട്ടോ. പിന്നെ നമ്മൾ അടുപ്പും വീതനൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ ഈ അടുപ്പത്ത് പണിയൊന്നുമില്ല. ഇനി നാളെ രാവിലെ ഇൻഷാ അല്ലാ അങ്ങനെ എടുക്കാം. അങ്ങനെ ഇതാക്കണേ നമ്മൾ പപ്പടം ഇനി പൊട്ടിച്ചിടുകയാണ് കേട്ടോ. അപ്പോൾ പപ്പടം ഓരോന്നും പൊട്ടിച്ചെടുക്കാം. അപ്പോൾ 2-3 പപ്പടം ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ പപ്പടത്താളിപ്പ് നല്ല രസമാണ് കേട്ടോ. പിന്നെ നമ്മൾ പപ്പടം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താട്ടണം അതിങ്ങനെ തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് തിജ്ജ് ഓഫാക്കി കേട്ടോ. നമ്മൾ ഗ്യാസ് ഓഫാക്കിയിട്ട് മൂടി വെച്ചാൽ മതി. പപ്പടം അതിൽ കടന്ന് തന്നെ വന്നോളൂ കേട്ടോ. പിന്നെ നമ്മളില്ല ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് നമ്മൾ മോറിയെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ പാത്രങ്ങളൊക്കെ ഓരോന്ന് മോറിയെടുത്തു. അപ്പോൾ ഓരോന്ന് ആദ്യം കൊണ്ട് മോറി വെച്ചാൽ പിന്നെ രണ്ടാമത് ഇതേമാതിരി മോറാനാകും. അപ്പോൾ ഒന്നിച്ച് അത് മോറി വെച്ചാൽ പിന്നെ അതാണ് കഴിഞ്ഞിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ പാത്രങ്ങളൊക്കെ മോറി. അപ്പോൾ ഒരു 10:30-11 മണിയായപ്പോഴത്തേന് എന്താട്ടി ചക്കക്കൂട്ടാൻ കണ്ടപ്പോൾ നമുക്ക് കുറച്ച് കഞ്ഞി കുടിച്ചാൻ തോന്നിയിട്ടോ. അപ്പോൾ ഏതായാലും കുറച്ച് തോന വെള്ളവും കുറച്ച് വറ്റൊക്കെ ഇട്ടിട്ട് ഞാൻ കഞ്ഞി കുടിച്ചാണ് ഇട്ടതാ. നമ്മളെ അടിപൊളിയായിട്ടില്ലേ നമ്മളെ ചക്കക്കൂട്ടാനും കഞ്ഞിയും കുടിച്ചാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മീനൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ മീൻ വൈകുന്നേരം കൊണ്ടുവരാമെന്ന് പറഞ്ഞേക്കേനി. അപ്പം ഞാനിതാ കഞ്ഞി കുടിച്ചിട്ടാണ്. അപ്പം ഞാൻ എന്നും പറയണ മാതിരി കയ്യിലോണ്ടൊന്ന് കുടിച്ചപ്പച്ച് മനസ്സിനൊരു തൃപ്പതില്ല കേട്ടോ. അപ്പം ഞാൻ എന്താട്ടി കജ്ജിട്ട് കണ്ട അങ്ങനെ വാരി തിന്നാണ് കേട്ടോ. അതാക്കണേ നമ്മളെ ചക്കക്കൂട്ടാനും കഞ്ഞി ഇതിങ്ങനെ തിന്നാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇതാക്കണേ അപ്പോൾ കുറച്ച് വറ്റേ ഞാൻ എടുത്തിട്ടുള്ളൂ. കുറേ കഞ്ഞീൻ്റെ വെള്ളമാണ് എടുത്തിക്കണത്. ചിലവർക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല കേട്ടോ അതിങ്ങനെ ഇതാക്കണത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇതാക്കണം നമ്മൾ ഉച്ചക്ക് ചോറ് വെച്ചാണ് നമ്മളെ നമ്മളെ പപ്പടം താളിപ്പും അച്ചാറും പപ്പടം പൊരിച്ചതും വാഴക്കുപ്പേരിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടു എന്ന് കരുതണേ. ഇതാക്കണ ചക്കക്കൂട്ടാനും ഉണ്ട് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്